ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും എല്ലാം ചരിത്രമായി മാറും. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞിനായി പ്രത്യേകം കല്ലറയാണ് ഒരുക്കിയിരിക്കുന്നത്. കാരോടെ വള്ളക്കാലയിലെ കുടുംബക്കല്ലറ നിലനിൽക്കെയാണ് ഉമ്മൻചാണ്ടിക്കായി പ്രത്യേകമായ കല്ലറ ഒരുങ്ങുന്നത്. പുതുപ്പള്ളി എന്ന നാടിനും പള്ളിക്കും നൽകിയ സേവനത്തിന് ആദരസൂചകമായിട്ടാണ് വൈദികന്മാരുടെ കബറടക്കത്തോട് ചേർന്നുള്ള പ്രത്യേക കല്ലറ നിർമ്മിക്കാനായി പള്ളി കമ്മിറ്റി തീരുമാനിച്ചത്. കല്ലറയുടെ പണികൾ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ സെമിത്തേരിയിൽ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പുതുപ്പള്ളിയിലെ നാട്ടുകാരും സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയും. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞായറാഴ്ചകളിൽ പ്രാർത്ഥനാ നിർഭരമായി ആ പള്ളിയുടെ പടിക്കെട്ടിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകുമായിരുന്നു. സാധാരണക്കാരനായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പലർക്കും കൗതുക കാഴ്ചയായിരുന്നു. കോവിഡ് കാലത്തും പിന്നീട് ചികിത്സയിലുമായിരുന്നപ്പോഴാണ് ഇതിന് മുടക്കം വന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം പള്ളിയിലേക്ക് എത്തിയത്. ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് വരവ്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച ശേഷം കഴിഞ്ഞ വർഷം നവംബർ 2-നാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ എത്തിയത്. ഒരാഴ്ച മുഴുവൻ ജനങ്ങൾക്കിടയിൽ ചിലവഴിച്ച് ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ജനസാഗരമാണ് തലസ്ഥാനത്തെ വസതിയിലേക്ക് ഒഴുകിയെത്തിയത്. ദർബാർ ഹാളിലും വൻ ജനസഞ്ചയനം തന്നെയാണ് ഉണ്ടായിരുന്നത്. ബംഗളൂരുവിൽ നൂറുകണക്കിന് മലയാളികൾ അവസാനമായി അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി എത്തിയതുമൂലം 2.5 മണിക്കൂറാണ് വൈകിയാണ് പ്രത്യേക വിമാനം ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവുമായി തിരുവനന്തപുരത്ത് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് തലസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ വസതിയായ പുതുപ്പള്ളി ഹൗസിലേക്കുള്ള വിലാപയാത്രയിൽ ആയിരങ്ങളാണ് അനുഗമിച്ചത്. അതേസമയം വിലാപയാത്രയുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോട്ടയത്തെ തിരുനങ്കര മൈതാനത്ത് മൃതദേഹം എത്തിച്ച ശേഷം പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകും. ജൂലൈ 20-ന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ചാണ് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുക. സഭയിലെ എല്ലാ മിത്രാന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം സംസ്കാരത്തിന് ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടായിരിക്കില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചു.